I changed the title, by the way. Trading purity for performance. പ്രഹസനത്തിന് വേണ്ടി നമ്മുടെ നിർമ്മലത അല്ലെങ്കിൽ വിശുദ്ധി നാം വിറ്റുകളയുകയാണ്. Trading purity for performance. പ്രഹസനത്തിന് വേണ്ടി വിശുദ്ധിയെ വിറ്റുകളയുക. The title, I want to talk something about sacrilege. Sacrilege എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Sacrilege means crime of violating what is sacred. വിശുദ്ധമായതിനെ അതിനെ അശുദ്ധിയാക്കുന്ന ആ ഒരു ഇതിനെയാണ് സാക്രിലേജ് എന്ന് പറയുന്നത്. Let me repeat it one more time. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. Violating, it's a crime of violating what is sacred. വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്ന ആ ഒരു പ്രക്രിയ, ആ ക്രൈമിനെയാണ് സാക്രിലേജ് എന്ന് പറയുന്നത്. We know that God is the same God of Old Testament and New Testament. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം ഒന്ന് തന്നെ നമുക്ക് നന്നായി അറിയാം. God never changed. ദൈവം മാറുന്നില്ല. But the message has changed in a different application. വ്യത്യസ്തമായ ആപ്ലിക്കേഷന് വേണ്ടി സന്ദേശങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. But everything that we read in Old Testament and New Testament is for us to learn and to discipline ourselves. നമ്മെ തന്നെ ക്രമീകരിക്കുവാനും നമുക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പഴയ നിയമവും പുതിയ നിയമത്തിലെയും വസ്തുതകൾ. You know, today we are living in a very dangerous trend. വളരെ ഭയാനകമായ ഒരു ട്രെൻഡിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Church is in danger. സഭ ഈ ഒരു ഭീതിയിലാണ്. And if we are not aware of this danger, we individually and family, we will be in danger. ഈ ഒരു ഡേഞ്ചർ നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ സഭയായി, കുടുംബങ്ങളായി, വ്യക്തിപരമായി നാമും അതിലകപ്പെടാൻ സാധ്യതയുണ്ട്. We all love God. നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. We want God's presence. ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ്. But many times we mistake our feelings as the presence. നമ്മുടെ ആ വികാരങ്ങളെ ദൈവ സാന്നിധ്യമാണെന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. My today's text will be from 2 Samuel chapter 6. 2 ശമൂവേൽ പ്രവാചക പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിലായിരിക്കും ഇന്നത്തെ സന്ദേശം. We'll go there, don't worry, we'll go there. നാം അവിടേക്ക് പോകുന്നതായിരിക്കും. But in my introduction I want to let you know. തുടക്കത്തിൽ ആരംഭത്തിൽ മുഖവരിയായി ഞാൻ പ്രകാരം പറയട്ടെ. God is holy. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. Church is a holy virgin. സഭ അതുപോലെ തന്നെ വിശുദ്ധിയുള്ള മണവാട്ടിയാണ്. So what God is expecting from us? എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? And God is expecting what says in Hebrew chapter 12 verse 28. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 28-29 വാക്യം. What is that? Let us offer to God acceptable worship with reverence and awe. For our God is a consuming fire. What is that in Malayalam? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. So what God is asking us today? ഇന്ന് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്? Let us offer ourselves as an acceptable worship. Not producing a worship, but let us offer ourselves as a worship. നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു ആരാധനയായി ദൈവത്തിന് പ്രസാദകരമായ ആരാധനയായി അർപ്പിക്കാം. ഒരു ആരാധന ഉണ്ടാക്കാതെ. The difference. അതിന്റെ വ്യത്യസ്തത ഇതാണ്. Let me create worship. ഞാൻ ഒരു ആരാധന ഉണ്ടാക്കട്ടെ. Let me bring worship. ഞാൻ ഒരു ആരാധന കൊണ്ടുവരട്ടെ. Let me lead worship. ഞാൻ ആരാധന ഒന്ന് നയിക്കട്ടെ. No. അപ്രകാരമല്ല. That is not what God says. അതല്ല ദൈവം പറയുന്നത്. Let me be a sacrifice of worship. ഞാൻ തന്നെ ഒരു ആരാധനയുടെ യാഗമായി മാറട്ടെ. So hope you remember last week's sermon. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. Something on the similar line God is leading. അതേ രീതിയിൽ അതേ ലൈനിലുള്ള ഒരു ചിന്തയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. In 2 Samuel chapter 6 the story is about the ark. ഇതാ നിയമപെട്ടകത്തെ കുറിച്ചാണ് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. Story about the ark. ഇതാ ഒരു നിയമപെട്ടകം. I bought a kind of replica of this ark. ഈ ഒരു നിയമപെട്ടകത്തിന്റെ ഒരു രൂപം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Everybody who visited Israel bought this with us. ഇസ്രായേൽ സന്ദേശവരെല്ലാം എന്നോടൊപ്പം ഇത് വാങ്ങിക്കുവാനിടയായി. So in camera if they can zoom this out and you all can see this. This is the
Ark of Covenant. ഇതാകുന്നു നിയമപെട്ടകം. Hope you have seen this before. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. This is a duplicate replica. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള അതിന്റെ ഒരു രൂപം മാത്രമാണ്. I can hold in my one hand. ഇത് എനിക്ക് എൻ്റെ ഒരു കരത്തിൽ പിടിക്കുവാൻ കഴിയും. But in original, പക്ഷേ ഇതിന്റെ ഒറിജിനൽ this ark cannot be taken with 12 priests together. 12 പുരോഹിതന്മാർ ഒരുമിച്ച് പോലും ഇത് ഉയർത്തുവാൻ ബുദ്ധിമുട്ടാണ്. Consider that multiple priests used to take this. ആമേൻ. ഒരുപാട് പുരോഹിതന്മാർ ചേർന്നാണ് ഇതിനെ എടുക്കുന്നത്. You can see the arms here. ആമേൻ. അവിടെ അതിന്റെ ആംസ് കാണാം. So priests used to hold these arms. ആമേൻ. പുരോഹിതന്മാർ ഈ ഇതിൽ പിടിച്ചാണ് ഇത് ഉയർത്തുന്നത്. And never this is exposed like this. ആമേൻ. ഒരിക്കലും ഇത് ഇപ്രകാരം എക്സ്പോസ് ചെയ്യുകയില്ല. But it is always covered. ആമേൻ. എപ്പോഴും ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. Whenever this is out of tent to be carried, ആമേൻ. ഇത് കൂടാരത്തിന്റെ വെളിയിൽ ഇത് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമ്പോൾ they will never take it naked. ആമേൻ. ഒരിക്കലും അതിനെ മൂടിയില്ലാതെ കൊണ്ടുവരത്തില്ല. They will cover it. ആദ്യം അതിനെ മൂടുവാനിടയാകും. Because nobody can touch this. കാരണം ആരും ഇത് സ്പർശിക്കാൻ പാടില്ല. You know where is this kept? ഇത് എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? This is kept in the most holy place. If you remember last week's one of the picture of tabernacle where I showed you courtyard, holy place and the most holy place. ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശത്തിൽ ആ സമാഗമന കൂടാരം ഞാൻ കാണിച്ചപ്പോൾ അതിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം ഞാൻ കാണിക്കുവാനിടയായി. This was in the most holy place and this is where the cloud comes. Amen. Cloud shows the presence of God. ഇത് അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കേണ്ട ഒരു വസ്തുതയാണ്. അവിടെ അതിന്റെ മീതെയാണ് ഈ മേഘം ഇറങ്ങി വരുന്നത്. What do you see up here? Those are two seraphims. ആമേൻ. ആ മേഘങ്ങളിൽ കാണുന്ന രണ്ടുപേരെ കിരൂബുകളാണ്. And it is completely golden. ആമേൻ. അത് പൂർണ്ണമായി സ്വർണ്ണത്തിലാണ്. In this ark, ഇതിനകത്ത് there are three things kept. 3 വസ്തുതകളുണ്ട്. Number one, a pot of manna. ആമേൻ. മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം. A pot of manna. ആമേൻ. മന്ന ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രം. Second, 2 stone tablets. ആമേൻ. 2 കൽപ്പലകൾ. Those are the 2 tablets of 10 commandments. 10 കൽപ്പന ലഭിച്ച ആ 2 കൽപ്പലകളുണ്ട്. And then the third thing that is in there, മൂന്നാമത്തത് what is that? Aaron's staff. ആമേൻ. അഹരോന്റെ തളർത്തവടിയുമുണ്ട്. Right? 3 things inside this. ഈ 3 വസ്തുതകൾ ഇതിനകത്തുണ്ട്. Why 3 things? എന്തിനാണ് ഈ 3 വസ്തുതകൾ? This shows as ark is the presence of God. ഈ നിയമപെട്ടകം ദൈവ സാന്നിധ്യത്തെ കാണിക്കുമ്പോൾ, When you move in the presence of God, നാം ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുമ്പോൾ the first thing reminder, നമ്മളെ ആദ്യമായി ഓർമ്മിപ്പിക്കുന്ന വസ്തുത, he will feed you when you need. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ടി നൽകി തരുന്ന. Hello, feed you. ആമേൻ. നമുക്ക് വേണ്ടി ഫീഡ് ചെയ്യുന്നു. With 2 stone tablets, it's reminding, ആമേൻ. ഈ കൽപ്പലകൾ കാണുമ്പോൾ I will lead you. ഞാൻ നിങ്ങളെ നയിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് ഓർമ്മ വരും. With the Aaron staff, അഹരോന്റെ തളർത്തവടി കാണിക്കുന്നത്, it shows I have called you. ഞാനാണ് അങ്ങേ വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരും. God will defend you. ആമേൻ. ദൈവം നമ്മളെ ഡിഫെൻഡ് ചെയ്യുവാനിടയാകും. When you go in the presence of God, നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ he will feed you, നമ്മളെ ഫീഡ് ചെയ്യുവാനിടയാകും. he will lead you. നമ്മളെ നയിക്കുവാനിടയാകും. Second, he will confirm that you are called by the Lord. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. So this is that Ark of Covenant. ഇതാകുന്നു ആ നിയമപെട്ടകം. It used to be big. ഇത് വലിയ ഒരു സൈസിലുള്ളതാണ്. Ark of Covenant is kept in the most holy place. ഏറ്റവും അതിവിശുദ്ധമായ സ്ഥലത്താണ് ഈ നിയമപെട്ടകം വെച്ചിരിക്കുന്നത്. It shows God is there. അത് കാണിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. God's presence is there. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. It shows God will lead you. അത് ദൈവം നമ്മളെ നയിക്കുമെന്ന് It shows കാണിക്കുന്നു. God will feed you. നമുക്ക് ആവശ്യമുള്ളത് നൽകി തരുമെന്ന് It shows കാണിക്കുന്നു. God will defend you. ദൈവം നമ്മളെ പ്രതിരോധിക്കുമെന്ന് He നമുക്ക് will മനസ്സിലാകുന്നു. stand for us. നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം. Now when this Israelite used to fight, അവൻ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ, you know, in the most holy place, ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്ത് this is there. അവൻ ഇത് അവിടെ കാണും. God shows his presence. ദൈവത്തിന്റെ സാന്നിധ്യം കാണിക്കും. And because of the presence of God, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് every battle that they go to, അവർ പോകുന്ന സകല യുദ്ധത്തിലും they are victorious. അവർ ജയാളികളായി They are മടങ്ങി വരും. victorious. അവർ ജയാളികളായി മടങ്ങി As വരും. long as the presence is there, ദൈവ സാന്നിധ്യമുള്ളിടത്തോളം every battle is victorious.
എല്ലാ യുദ്ധവും ജയമാണ്. Miracles are following you. ആമേൻ. മിറക്കിൾസ് God പിന്നാലെ വരും. fights for you. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം He ചെയ്യും. sends His angel for you. നമുക്ക് വേണ്ടി ദൂതനെ അയക്കും. Where you are weak, He is നാം strong. ബലഹീനനായിരിക്കുമ്പോൾ അവിടെ ദൈവം Where you ബലപ്പെടുത്തും. are sick, He is the healer. നാം രോഗിയായിരിക്കുമ്പോൾ ദൈവം Where സൗഖ്യദാതാവായി you are വരും. depraved, He is the Savior. ആമേൻ. നാം ആണെങ്കിൽ ഡിപ്രൈഡ് ആവുമ്പോൾ നമുക്ക് വേണ്ടി രക്ഷകനായി വരും. So in Old Testament, they have to carry this presence. പഴയ നിയമത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അവർ കൊണ്ടുപോകേണ്ടതാണ്. The story is this. ഇപ്രകാരമുള്ള ചരിത്രം. Okay, the story. Come and listen to the story. ശ്രദ്ധിച്ചു കേൾക്കുക. When Philistines, enemies of Israelites, saw that they have a magic box. ആമേൻ. ഫിലിസ്തീയർ ഇസ്രായേൽ മക്കളുടെ ഈ നിയമപെട്ടകം ഏതോ മാജിക് ബോക്സ് പോലെ അവർ കണ്ടപ്പോൾ, For Israelite, this is Ark of Covenant. ഇസ്രായേൽ മക്കൾക്ക് ഇത് നിയമപെട്ടകമാണ്. For Philistines, this is a magic box. ഫിലിസ്തീയർക്ക് ഇതേതോ മന്ത്രകൂടമാണ്. Aladdin ka chirag. അലാദീന്റെ അത്ഭുത വിളക്ക് പോലെ. Khul ja sim sim. അതിലൊന്ന് തൊടുമ്പോൾ. Right? Have you read the comics there? ആമേൻ. Aladdin ka chirag. Have you read the story of Aladdin and the magic lamp? Khul ja sim sim. അതൊന്ന് തൊടുമ്പോൾ. For them, this was Aladdin ka chirag. അവര് നോക്കി, ഫിലിസ്തീയർ നോക്കിയപ്പോൾ ഇത് അത്ഭുത വിളക്ക് പോലെ ഒരു വസ്തുതയാണ്. They said, if we capture this, അവര് പറഞ്ഞു, നമ്മൾ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങിച്ചാൽ, bring to our tent, അത് നമ്മുടെ കൂടാരത്തിൽ കൊണ്ടുവന്നാൽ we will have victory. നാം Oh ജയാളികളാകും. man, we will the world power. നാം ആയിരിക്കും ലോകത്തിലെ ഏറ്റവും ശക്തന്മാർ. They went down, fought a fight and captured the ark, brought it back to Philistine. ആമേൻ. ഫിലിസ്തീയർ ഇസ്രായേൽ പാളത്തിൽ വന്ന് അവർ യുദ്ധം ചെയ്ത് ഇത് പിടിച്ചടക്കി അവരുടെ കൂടാരത്തിൽ Come കൊണ്ടുവന്നു. on, listen this because this story is important. ആമേൻ. ഈ ചരിത്രം വളരെ പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധിക്കുക. Philistines bought the ark of covenant with joy to Philistine. ആമേൻ. സന്തോഷത്തോടെ ഫിലിസ്തീയർ ഈ നിയമപെട്ടകം അവരുടെ പാളയത്തിലേക്ക് They കൊണ്ടുവരാനിടയായി. took this in their temple. അവരുടെ ആലയത്തിലും കൊണ്ടുപോകാനിടയായി. It was kept in the tabernacle earlier. ആമേൻ. ഇത് നേരത്തെ സമാഗമന കൂടാരത്തിൽ ഇടുന്നതാണ്. Now Philistines have their own temple. ഫിലിസ്തീയർക്ക് അവരുമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. They took and bought this magic box into their temple. അവര് ഈ നിയമപെട്ടകം എടുത്ത് അവരുടെ ദേവാലയത്തിൽ കൊണ്ടുവെക്കുവാനിടയായി. Early morning, all the pujaris came ആമേൻ. അതിരാവിലെ എല്ലാ പുരോഹിതന്മാരും വന്ന് to see the magic box. അവര് ഈ നിയമപെട്ടകം കാണുവാൻ വേണ്ടി വന്നതാണ്. What they saw is all of their idols are fallen down, broken into pieces. അവർ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ വിഗ്രഹങ്ങളെല്ലാം തച്ചടച്ച് വീണ് കിടക്കുന്നതാണ്. Magic box is working. ആമേൻ. ഈ ഒരു മാജിക് ബോക്സ് പ്രവർത്തിച്ചു തുടങ്ങി. But why even broke all the idols? ആമേൻ. പക്ഷെ അതെന്തിനാണ് ഈ മറ്റ് വിഗ്രഹങ്ങളെ ഉടച്ചത്? Next day, അടുത്ത ദിവസം priests are being killed. അവൻ ഇതാ പുരോഹിതന്മാർ കൊല്ലപ്പെടുന്നു. Many people are dying. ഒരുപാട് പേര് മരിക്കുന്നു. Next month, അടുത്ത മാസം it's all sickness all over in Palestine. അവൻ ഫലസ്തീയ പാളയത്തിൽ നിറച്ചും രോഗമാണ്. Huge death count. അവൻ ഒരുപാട് പേര് മരണപ്പെടുന്നു. What's happening? എന്താണ് സംഭവിക്കുന്നത്? Magic box is working. അവൻ ഈ നിയമപെട്ടകം പ്രവർത്തിച്ചു But തുടങ്ങി. this magic box is working differently in Palestine. പക്ഷെ ഫിലിസ്തീയരുടെ പാളയത്തിൽ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. The same magic box was working differently in Israel. ഇസ്രായേൽ അത് വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിച്ചത്. What was the difference? എന്താണ് വ്യത്യസ്തത? What was the difference? എന്താണ് വ്യത്യസ്തത? It was not about the magic box. അവൻ ഈ ഒരു മാജിക് ബോക്സിലല്ലായിരുന്നു. It was not about the magic box. അവൻ ഈ ഒരു മാജിക് It ബോക്സിലല്ലായിരുന്നു. was not about the Ark of Covenant. ഈ ഒരു നിയമപെട്ടകത്തിലല്ല. It is about who were hosting it and how they were hosting it. ആമേൻ. ഇത് എവിടെയായിരുന്നു ഇരുന്നത്, എപ്രകാരമാണ് അവർ ഇതിനെ പരിചയിച്ചതും. Got it? ആമേൻ. Amen. ആമേൻ. What happened is 7 months they tried this. ആമേൻ. 7 മാസം അവർ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചു. Horrible. അത് വളരെ It's all ഭയാനകമാണ്. death. എല്ലാരും മരിക്കുകയാണ്. Sickness. രോഗമാണ്. And after 7 months they called. 7 മാസത്തിന് ശേഷം They called back to David. അവര് ദാവീദിനെ By വിളിക്കുവാനിടയായി. the time David is the king. ആ സമയത്ത് ദാവീദ് രാജാവായി. And called that, hey, by the way, you can take your magic box. ആമേൻ. ദാവീദിനെ വിളിച്ചു പറഞ്ഞ് ഈ പെട്ടകം തിരിച്ചു നിങ്ങൾ തന്നെ കൊണ്ടുപോവാ. ये हमारी बस की बात नहीं है. Amen. It's not for us. ആമേൻ. ഇത് ഞങ്ങൾക്ക് ഉള്ള പരിപാടിയല്ല. You can take it back. ഇത് തിരിച്ചെടുത്തോ. What happened? അപ്പോൾ എന്ത് സംഭവിച്ചു? Man, it's all death here. ആമേൻ. ഇവിടെ എല്ലാരും മരിക്കുകയാണ്. It's all plague here. ആമേൻ. ഇവിടെ പകർച്ചവ്യാധിയാണ്. But it was something different for you guys. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ Take it വ്യത്യസ്തമാണ്. away. ആമേൻ. ഇത് എടുത്തോണ്ട് പോ. Somebody said, ആമേൻ. ആരോ പറഞ്ഞു. I don't know who said, ആരാ പറഞ്ഞത് but അറിയത്തില്ല. somebody said, ആരോ പറഞ്ഞു, do one thing, ഒരു കാര്യം ചെയ്യ്, return it back. അത് തിരിച്ചു കൊണ്ടുപോവാ. But when you return, അത് കൊണ്ടുവരുമ്പോൾ put that in a cart, അത് ഒരു കാർട്ടിൽ വെക്കുക. a bullock cart, ആമേൻ. ഒരു കാളവണ്ടി. കാളവണ്ടിയിൽ വെക്കുക. A bullock cart. So put that in a bullock cart
and let the bulls carry it, oxen carry it. ആമേൻ കാളവണ്ടിയിൽ കൊണ്ട് ആ കാളക്കൂറ്റന്മാർ അത് കൊണ്ടുവരട്ടെ. You guys don't do any parade. ആമേൻ നിങ്ങൾ ഒരു പരേഡും ചെയ്യണ്ട. Don't bring any musicians. ആമേൻ അതിന് വാദ്യോപകരണങ്ങളൊന്നും Don't sing ചെയ്യരുത്. any song. ഒരു പാട്ടും പാടരുത്. Just leave it. അത് വെച്ച് വിടുക. Let the oxen take it. ആമേൻ ആ കാളക്കുട്ടികൾ അത് ചെയ്യട്ടെ. Nobody is going to ride the oxen. ആമേൻ അതിനെ നയിക്കുവാനും ആരും കാണത്തില്ല. Hey, by the way, this is a story from Bible. ഇത് വചനത്തിലുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. കണ്ടിട്ട് ഇത് എവിടെ എഴുതിയത് എന്താന്നൊക്കെ ഇരിക്കുന്നത്. This is a story from Bible. ഇത് വചനത്തിലുള്ള ചരിത്രമാണ് പറയുന്നത്. Okay, so oxens are now taking this. ഈ കാളവണ്ടിയിൽ വെച്ച് ഇത് കൊണ്ടുപോവാണ്. God started using the oxen. ആമേൻ ദൈവം ആ കാളയിൽ കൂടി പ്രവർത്തിക്കാൻ. Oxen cross the river, get to the Israel court, and oxen stop. ആമേൻ നദി കടന്ന് ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ആ ഒരു കാള അവിടെ നിൽക്കുവാനിടയായി. What to do next? ഇനി എന്താണ് ചെയ്യേണ്ടത്? So what happened is that എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ they said, oh, our brother Abinadab is close by. ആമേൻ ഇവിടെ അടുത്താണല്ലോ അബിനാദാബ് ഉള്ളത്. Let's take it to Abinadab's house. അബിനാദാബിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവാം. They bought and kept it to Abinadab's house. അവരതെടുത്ത് അബിനാദാബിന്റെ ഭവനത്തിൽ വെച്ചു. Abinadab is an Israelite. അബിനാദാബ് ഒരു ഇസ്രായേലിലാണ്. And this guy said, okay, let it be in my house. പറഞ്ഞു ഓക്കെ ശരി എന്റെ ഭവനത്തിൽ വെച്ചോ. After few days. അല്പ ദിവസങ്ങൾക്ക് ശേഷം Now David said, ദാവീദ് പറഞ്ഞു I need to bring this back to my temple. ആമേൻ തിരിച്ച് ഇത് ദേവാലയത്തിൽ കൊണ്ടുവരേണ്ട വസ്തുവാണ്. He took a large army. ആമേൻ വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കി. A worship team. അവിടെ ആരാധനകരുമുണ്ട്. Levites and priests and everybody. ലേവ്യക്കാരും പുരോഹിതന്മാരും ചുറ്റുമുണ്ട്. They said, let's take it back to our kingdom. നമുക്ക് തിരിച്ച് ഇത് നമ്മുടെ രാജ്യത്ത് They കൊണ്ടുവരാം. all came to Abinadab's house. അവരെല്ലാരും അബിനാദാബിന്റെ ഭവനത്തിലെത്തി. And guess what they did? അവരെന്ത് ചെയ്തു? They took this അവരിതെടുത്തു. and they put it again in a new cart. അതൊരു പുതിയൊരു വണ്ടിയിൽ വെച്ചു. Not the old cart. പഴയ ആ കാളവണ്ടിയിലല്ല, New cart. വേറൊരു പുതിയ New oxen. ഒരു പുതിയ കാളകൾ. Oxen that has never gone for any plowing thing. ആമേൻ ഒരു ഉഴുതിലും പോവാത്ത ചില കാളകൾ. They were very happy. അവർ വളരെ സന്തോഷമായിരുന്നു. Started praise. Come on, start praising. Give me A minor. ആമേൻ അവര് കീ പറഞ്ഞു. അവിടെ വർഷിപ്പ് ആരംഭിച്ചു. Started the praise team. അവിടെ ആരാധന തുടങ്ങി. Oh man, dancers came in. അവിടെ നൃത്തം ചെയ്യുന്നവർ വന്നു. They started dancing. അവര് നൃത്തം ചെയ്യുവാനും ഇടയായി. Upbeat. ആമേൻ അവിടെ വളരെ Great worship. ആമേൻ വളരെ ആരാധനയാണ്. Everybody was happy. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. And suddenly what happened? പെട്ടെന്ന് എന്ത് സംഭവിച്ചു? This bullock cart came to a place that was stony place. ആമേൻ ഈ കാളവണ്ടി ഒരിടത്ത് എത്തിയപ്പോൾ അവിടെ കുറെ കല്ലുകളുള്ള സ്ഥലമായിരുന്നു. Suddenly this bullock throttled down and this cart was little slight and tilted. ആമേൻ ഈ ആ പ്രദേശത്തെത്തിയപ്പോൾ ഇതാ ആ കാളവണ്ടി അല്പം ചരിവാനിടയായി. Uzzah was there. അവിടെ ഊസിയാവ് ഉണ്ടായിരുന്നു. Uzzah and Ahiu. ആമേൻ ഊസയും അഹിയും അവിടെ ഉണ്ടായിരുന്നു. 2 kids of Abinadab. അബിനാദാബിന് 2 മക്കളാണ്. Who is Abinadab? ആരാണ് അബിനാദാബ്? Where the Ark of Covenant was kept. ആമേൻ അബിനാദാബിന്റെ ഭവനത്തിലായിരുന്നല്ലോ ഇത് Don't miss the വെച്ചിരുന്നത്. story, okay? Don't miss the story. ഇന്ന് ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കുക. These guys said, we got it, pastor. ആമേൻ ഈ വ്യക്തികൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നന്നായി അറിയാം. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സാധനം. ആമേൻ this is something that belongs to our house. My house. എന്റെ ഭവനത്തിൽ. എന്റെ അപ്പന്റെ സംഗതി അത്. ആമേൻ it is something that belongs to my father. ഞങ്ങൾ ഇതൊക്കെ ഡെയിലി രാവിലെ വൈകിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. We are seeing this daily, day and night. That's not an issue. ആമേൻ അതൊരു പ്രശ്നമേ അല്ല. ഇത് അങ്ങോട്ട് വീടാൻ ചരിയാൻ തുടങ്ങിയപ്പോൾ The moment it was tilted, ഉസ്സ കേറി അങ്ങ് പിടി പിടിച്ചു. ആമേൻ Uzzah went and held on to it. Suddenly Bible says പെട്ടെന്ന് വചനം Lord's anger fell on Uzzah. ദൈവത്തിന്റെ കോപം ഉസ്സായുടെ മേൽ വന്നു. He was fallen dead. ആമേൻ മരിച്ചു വീഴുവാനിടയായി. What is the story talking to us? ഈ ഒരു ചരിത്രം നമ്മളോട് എന്താണ് പറയുന്നത്? 4 points. 4 കാര്യങ്ങൾ. Number 1. ഒന്നാമത്, very first thing, God's presence must be carried in his way. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ രീതിയിലായിരിക്കണം അത് മുമ്പോട്ട് ചലിക്കണം. Remember, what is the presence for us? എന്താണ് ഈ സാന്നിധ്യം നമുക്ക്? The worship, അത് ഈ ആരാധന, the preaching, വചന ശുശ്രൂഷ, life, ആമേൻ നമ്മുടെ ജീവിതം, Holy Spirit in us. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്. Remember, you all can have your own theories. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ചിന്തകൾ കാണും. I don't believe that. I believe this. ഓ ഞാൻ ഇത് വിശ്വസിക്കുന്നു, ഞാൻ മറ്റേത് I വിശ്വസിക്കുന്നു. don't think that's right. I believe this is right. ഓ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, For ഇത് us, ശരിയാണെന്ന് all തോന്നുന്നില്ല. the rights and wrongs are different. നമുക്ക് ഓരോരുത്തർക്കും ശരിയും തെറ്റും വ്യത്യസ്തമാണ്. It's not about what is your right and what is your wrong. ഇത് നമ്മുടെ ശരിയും തെറ്റിലുമല്ല, What is right in the eyes of God
and what is wrong in the eyes of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണോ സത്യം, ദൈവത്തിന്റെ Come on, talk ദൃഷ്ടിയിൽ to me. എന്താണോ Can I get a good തെറ്റായിട്ടിരിക്കുന്നത്? നല്ലൊരു ആമേൻ കേൾക്കാമോ? Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Now let's take one by one. നമുക്ക് ഓരോന്നോരോന്നായി In ചിന്തിക്കാം. 1 Samuel chapter 6 and verse 1 till 5. Let's read 2 together. ശമൂവേൽ 6 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Can you read together? Come on. Then David again gathered. I want everyone to read with me, please. ചേർന്ന് നമുക്ക് Again വായിക്കാമോ? gathered all the allied troops in Israel, 30,000 in all. He led them to Bala of Judah to bring back the ark of God, which bears the name of the Lord of heaven's armies, who is enthroned between the cherubim. They placed the ark of God on a new cart and bought it from Abinadab's house, which was on a hill. Uzzah and Ahio, Abinadab's sons, were guiding the cart and carried the ark of God. Ahio walked in the front of ark. David and all the people of Israel were celebrating before God, singing songs, playing all kinds of musical instruments, lyres, harps, tambourines, castangs, and oh wow. Amen. Now listen to this. ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കേൾക്കുക. Great celebration. വലിയ ആഘോഷം നടക്കുകയാണ്. David is so happy. ദാവീദിന് വളരെ സന്തോഷമുണ്ട്. Worship order is set. ആമേൻ. ആരാധന ക്രമമെല്ലാം അവിടെ സെറ്റ് ചെയ്തു. Planning center, they got everything. ആമേൻ. അവർക്ക് സ്കെഡ്യൂളിലെല്ലാം ലഭിക്കുവാനിടയായി. What we are going to do first, what we are going to do second. ആമേൻ. ആദ്യം എന്താ ചെയ്യുന്നത്, രണ്ടാമത് എന്താ ചെയ്യുന്നത്, Who is leading what and who is leading where. ആമേൻ. എന്തൊക്കെ ആരൊക്കെയാണ് നയിക്കുന്നത്, Everything is ready. എല്ലാം തയ്യാറാക്കി When is വെച്ചിരിക്കുകയാണ്. pastor going to preach? എപ്പോഴാക്കും പാസ്റ്റർ How പ്രസംഗിക്കാൻ much time വരുന്നത്, he has to preach? ആമേൻ. എത്ര മിനിറ്റ് പ്രസംഗിക്കണം, Everything is set. എല്ലാം ക്രമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. David and the whole team is there. ദാവീദും തന്റെ സകല ജനവും അവിടെ ഉണ്ട്. It was a mega church. ആമേൻ. ഒരു മെഗാ ചർച്ച. How many people? എത്ര പേരുണ്ടായിരുന്നു? 30,000. ആമേൻ. 30,000. They all came in. ആമേൻ. അവരെല്ലാരും വന്നു. And they said, man, how did this come here so far? ആമേൻ. അവർ ചോദിച്ചു, എങ്ങനെയാണ് ഇത് ഇവിടം വരെ എത്തിയത്? Somebody told the story. ആരോ ചരിത്ര പ്രകാരം പറഞ്ഞു കൊടുത്തു. Came on a cart. അത് ഒരു കാളവണ്ടിയിലാണ് വന്നത്. Oh, came on a cart. ഓ, കാളവണ്ടിയിലാണ് വന്നത്. Tell the testimony. Tell the ആമേൻ. testimony. വേഗത്തിൽ ആ സാക്ഷ്യം ഒന്ന് പറയാമോ? Oh, the testimony was so powerful. ആ കേട്ട സാക്ഷ്യം വളരെ. God guided oxen. ആമേൻ. ദൈവം ഈ കാളകളെ നയിക്കുവാനിടയായി. ബുദ്ധിയില്ലാത്ത കാളെ പോലും നയിച്ച ദൈവം. ആമേൻ. God who led the ox who was not brilliant. And crossed the sea. River. എന്നിട്ട് ഈ കടലോ അവർ കടന്നു. And maybe Uzzah is testifying this. Amen. Abinadab is testifying this. അഭിനാദാബായിരിക്കും ഈ സാക്ഷ്യം പറയുന്നത്. Right in front of my house. ആമേൻ. എന്റെ ഭവനത്തിന് മുമ്പിലെത്തിയപ്പോൾ This came in. ഇതിവിടെത്തി. Oh, ഇതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ടോ? No, there is no greater testimony than ഇസ്രായേൽ this. ആകെപ്പാടെയുള്ള നീതിമാൻ ഈ പുള്ളിയായിരുന്നു. Amen. You might be the only righteous person in the entire camp of Israel. പല സാക്ഷ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ Many of the testimonies that we always declare. remember God is the one Amen. in and the center of all the praise and glory. ആമേൻ. നമ്മുടെ സകല പുകഴ്ചയ്ക്കും നമ്മുടെ സകല ആരാധനയുടെയും സാക്ഷ്യത്തിന്റെയും കേന്ദ്രം അത് ക്രിസ്തുവായിരിക്കണം. And now what happened? എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? Oh, that's the story. ഓ, അതാണോ ചരിത്രം? David's ordered new cart. ആമേൻ. New cart. I want new cart. ഒരു പുതിയ കാളവണ്ടി റെഡിയാക്കുക. I want a new oxen. ആമേൻ. പുതിയ കാളകളെ വേണം. Yes, let's put it there. നമുക്ക് അതിന്റെ മീതെ വെക്കാം. Where did they go wrong? എവിടാണ് അവർക്ക് തെറ്റിപ്പോയത്? Exodus 25 and Numbers 4. There are two portions God says. ആമേൻ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലും God has instructed never touch the Ark of Covenant. ഒരിക്കലും ഈ നിയമപെട്ടകത്തെ സ്പർശിക്കാൻ പാടില്ല. It was not for to be carried on cart or with oxen. ആമേൻ. ഇത് ഒരിക്കലും ഒരു കാളവണ്ടിയിലോ മറ്റൊരു വാഹനത്തിലോ ഇത് കൊണ്ടുപോകാനും പാടില്ല. It has to be carried when the priest will lift this and they will carry it. പുരോഹിതന്മാർ ഇത് ഉയർത്തി അവർ തോളിന്മേലാണ് ഇത് കൊണ്ടുപോകേണ്ടത്. It should be carried in the way how God has established the law. ദൈവം എപ്രകാരം കൽപ്പിച്ചോ അപ്രകാരം തന്നെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്. But where the mistake happened? എവിടാണ് തെറ്റുപറ്റിയത്? Israelites, when they came, they took this in a cart which was not God's way. ആമേൻ. ദൈവത്തിന്റെ വഴി അല്ലാതെ വിപരീതമായ ഒരു കാളവണ്ടിയിൽ ഇത് വെക്കുവാനിടയായി. From where did they get this? ആമേൻ. എവിടുന്നാണ് ഇവർക്ക് ഇത് ലഭിച്ചത്? ഈ idea എവിടെ? From where did they get the idea to put on a cart?
ഫിലിസ്തീനിൽ നിന്ന് ലഭിച്ചു. You got it? മനസ്സിലാവുന്നുണ്ടോ? Many ideas of worship, ആരാധനയുടെ പല രീതികളും, many ideas of church, സഭയുടെ പല ഐഡിയാസും, many ideas of preaching, ആമേൻ പ്രസംഗത്തിന്റെ പല രീതികളും, many ideas of leading, ആമേൻ നയിക്കുന്നതിന്റെ പല രീതികളും, many ideas of technology ആമേൻ ടെക്നോളജിയുടെ പല രീതികളും doesn't come from God. അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. We are importing this from many Babylonian countries. ആമേൻ പല ബാബിലോണിയയിൽ നിന്നാണ് നാം ഇത് We are importing this from Philistines. ആമേൻ ഇത് ഫിലിസ്തീനിൽ നിന്ന് നാം എങ്കിൽ I want എടുക്കുകയാണ്. to call on to each one of you. എന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, Friends, I want to let you know, പ്രിയ ദൈവമക്കളെ, ഞാൻ you ഓർമ്മിപ്പിക്കട്ടെ, are serving a consuming fire. ആമേൻ നിങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു You are അഗ്നിയാണ് serving a ആരാധിക്കുന്നത്. consuming fire. ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ് ആരാധിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോഴും ഭയം വരണം ഇവിടെ. Amen. When I preach over here, the fear should be ദൈവത്തിന്റെ kindled in your heart. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, When you handle the things of God, ദൈവത്തിന്റെ ശുശ്രൂഷകൾ കൈകാര്യം when you ചെയ്യുമ്പോൾ, handle the ministry of God, മനസ്സിൽ വരുന്ന എന്തും ചെയ്യാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ God വിളിച്ചത്. has not called you to do everything that comes in your അവിടെയും mind. ഇവിടെയും കാണുന്നത് ഇവിടെ കൊണ്ടുവരാൻ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. The Holy Spirit has not kept us to do the things that you see here and there. ദൈവം പറഞ്ഞതും What God has commanded, അവന്റെ വചനം പഠിപ്പിക്കുന്നതും what the word of God teaches, വിശുദ്ധിക്ക് ചേരുന്നതും what belongs to purity of your life. സെപ്പറേഷന് വേണ്ടി മാനദണ്ഡമുള്ളതും Amen. Things that are kept as separation. അതാകുന്നു യഥാർത്ഥ ആരാധന ദൈവസന്നിധിയിൽ. That is the true worship in the presence of വിശ്വസിക്കാൻ God. പറ്റുന്നവർ ദൈവത്തെ സ്തോത്രം If you ചെയ്തോന്ന്. can believe it, can you just ഞാനിത് praise God? പ്രസംഗിക്കുമ്പോൾ തന്നെ When I preach this, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം, this is what the Holy Spirit ഈ spoke to me. നാളുകൾ ഞാൻ അങ്ങനത്തെ ഒരു സഭയെ ആഗ്രഹിക്കുന്നത്. These days I desire such a kind of a church. I am not expecting a multi-million church here. Amen. ഇവിടെ multi-million church അല്ല ഞാൻ I am not ആഗ്രഹിക്കുന്നത്. expecting hundreds and thousands of people coming here. 1000 10,000 ആൾക്കാരും But വരാനല്ല ഞാൻ even if we have ആഗ്രഹിക്കുന്നത്. few people in here, ചുരുക്കം ചില ജനം മാത്രമേ let's ഉള്ളെങ്കിലും stand in the word of God. നമുക്ക് ദൈവവചനത്തിൽ What ഉറച്ചു God നിൽക്കാം. has taught us, ദൈവം എന്താണോ നമ്മളെ what God പഠിപ്പിച്ചത്, has asked us, ദൈവം എന്താണോ what ആഗ്രഹിക്കുന്നത്, the law of the Lord is, എന്താണോ ദൈവത്തിന്റെ വചനം how പറയുന്നത്, the presence of the Lord comes. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ We can manipulate the presence. നമുക്ക് സാന്നിധ്യത്തെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ Come on, കഴിയും. don't manipulate it. പക്ഷേ അപ്രകാരം We മാനിപ്പുലേറ്റ് don't ചെയ്യരുത്. want manipulators. നമുക്ക് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരെയും We ആവശ്യമില്ല. don't want manipulators. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന We ആൾക്കാരെ want വേണ്ട. real worshippers here. യഥാർത്ഥമായ Can I ആരാധനയാണ് get a good ആവശ്യമുള്ളത്. amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? God has told me, ദൈവം എന്നോട് പറഞ്ഞു, be the voice in the wilderness. ആമേൻ മരുഭൂമിയിലുള്ള ശബ്ദമാകുക. Be the voice. മരുഭൂമിയിലുള്ള I ശബ്ദമാകുക. will take care rest of the things. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കാം. I'm just being obedient to the Lord. ആമേൻ ആ ദൈവത്തോട് And I want to call അനുസരണമുള്ളവനാണ്. this church ഈ today. സഭയോടെ വിളിച്ചു പറയട്ടെ, Let's come back to the Lord. നമുക്ക് ആ ദൈവത്തെങ്കിലേക്ക് Let's come മടങ്ങിച്ചെല്ലാം. back to the ആ Lord. ദൈവത്തെങ്കിലേക്ക് നമുക്ക് Doesn't മടങ്ങിച്ചെല്ലാം. matter who does what. ആമേൻ ആര് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. Mega churches doing this thing. വലിയ വലിയ മെഗാ ചർച്ചുകൾ ഇപ്രകാരം Other church does that thing. വേറെ വേറെ I രീതി don't ചെയ്യുന്നു. care what church do what thing. ഏത് സഭ എന്തും ചെയ്യുന്നത് എനിക്ക് I പ്രശ്നമില്ല. care what God says. ഞാൻ നോക്കുന്നത് എന്താണ് ദൈവം നോക്കുന്നത്, What God cares. എന്താണ് ദൈവം പറഞ്ഞത്. Now, coming back to this one. ആമേൻ ഈ ഇതിലേക്ക് ഒന്ന് കടന്നു വരാം. When Philistines sent them for the first time in the new cart, ആമേൻ ഇതാ പുതിയ കാളവണ്ടിയിൽ ഫിലിസ്തീർ ഇത് അയച്ചപ്പോൾ there was no issue. അവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. There was no issue. ഒരു പ്രശ്നവുമില്ല. Hey, they worshiped this. അവർ ആരാധിച്ചു, They honored it. അവർ ഇതിന് ബഹുമാനം കൊടുത്തു. Today's generation, if you talk, അവൻ ഇന്നത്തെ തലമുറയുടെ രീതി പറയാൽ actually they did the most respectful thing, right? അവർ ഏറ്റവും ബഹുമാന സൂചകമായ രീതിയിലാണ് അവർ Did ചെയ്തത്. they do anything wrong? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? Philistines, did they do anything wrong? ഫിലിസ്തീർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? The most respectful thing that they can do. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ രീതിയിലാണ് അവൻ In a ചെയ്തത്. new cart, അവൻ പുതിയ കാളവണ്ടി, new oxen, പുതിയ കാളകൾ, and nothing happened to them. ഒന്നും സംഭവിച്ചില്ല അവർക്ക്. But when it came to Israelite, അവൻ ഇസ്രായേലിന്റെ ഭാഗത്തെത്തിയപ്പോൾ new cart, അതാ പുതിയ കാളവണ്ടി, new oxen, പുതിയ കാളകൾ, death happened. അവൻ ഇതാ മരണം സംഭവിച്ചു. Why? എന്തുകൊണ്ട്? Can you think about this? ഒന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. Why doing wrong things, nothing is happening outside? അവൻ പുറത്ത് തെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒന്നും സംഭവിക്കാത്ത? They have nothing. അവർക്കൊന്നും They have സംഭവിക്കില്ല. great worship, അവർക്ക് നല്ല ആരാധനയുണ്ട്, great music, നല്ല വാദ്യോപകരണങ്ങളുണ്ട്, doing things in their own way. അവരുടെയൊക്കെ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു, Nothing happens. ഒന്നും സംഭവിക്കുന്നില്ല. The difference is വ്യത്യസ്തം ഇതാണ്, they are not called to hold the holy things. ആമേൻ ഈ വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് ആ വിളി ലഭിച്ചിട്ടില്ല. They can do any kind of things. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. God is not concerned about them. ദൈവത്തിന് അവരെ കുറിച്ച് ഒരു വലിയ വിചാരമില്ല. But when it comes to real called people, പക്ഷേ വിളിക്കപ്പെട്ട ജനം എത്തുമ്പോൾ,
When we handle, if you think you are called, നിങ്ങൾക്ക് ഒരു വിളി ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, new cart will not suit you. ആമേൻ, ഇതാ പുതിയ കാളവണ്ടിയിൽ ചെയ്യാൻ New പാടില്ല. oxen will not suit you. പുതിയ കാളകളും വന്നാലും കാര്യം നടക്കില്ല. You need to go to the old time. ഇതാ പഴയ നിയമത്തിലേക്ക് പോകുക. Carry the cart ആമേൻ, ഈ ഒരു നിയമപ്പെട്ടകം ഉയർത്തിപ്പിടിക്കുക. on your shoulder. നിങ്ങളുടെ തോളിൻ മീതയിലാണ് Can വഹിക്കേണ്ടത്. I get some good amen? നല്ലൊരു ആമേൻ കേൾക്കുവാൻ കഴിയുമോ? It may not be hurting others. ഇത് മറ്റുള്ളവർക്ക് വേദന It may ഉണ്ടാക്കുന്നില്ലായിരിക്കും. not be hurting any other church. ആമേൻ, ഒരു സഭയെ വേദനിക്കുന്നില്ലായിരിക്കും. Many times God don't even consider them. ആമേൻ, പല തവണ ദൈവം അവരെ ശ്രദ്ധിക്കുന്നു But പോലുമില്ല. if you are called by the Lord, പക്ഷെ നിങ്ങൾ ദൈവത്താൽ you വിളിക്കപ്പെട്ടതാണെങ്കിൽ, know the way you handle your worship, ആമേൻ, നിങ്ങളുടെ ആരാധന എപ്രകാരം നിങ്ങൾ the കൈകാര്യം way you ചെയ്യുന്നു, handle your Christian worship, നിങ്ങളുടെ ക്രിസ്തീയ ആരാധന എങ്ങനെയാണ് the നിങ്ങൾ way you കൈകാര്യം handle your ചെയ്യുന്നത്, fellowship, നിങ്ങളുടെ കൂട്ടായ്മകൾ എങ്ങനെ കൈകാര്യം the way ചെയ്യുന്നു, you handle your personal life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ഓ അവര് പോയില്ല ഞാനും പോയില്ലെന്ന്. Oh, they didn't go. That's why I didn't അവര് go. പിന്നെ അവരും വെക്കേഷൻ എടുത്തു, ഞാനും ഒരു വെക്കേഷൻ എടുത്തേ ഉള്ളൂ. Oh, they took vacation, so I also took a vacation. ഇതൊക്കെ അവർക്ക് പറയാം. I mean, they can say all that. നിന്നെ സംബന്ധിച്ച് But for you, ദൈവത്തിന്റെ വഴി അതല്ല. I mean, God's way is not that for you. ലോകത്തിൽ കാണുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും നിനക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. Every pleasures of this world is not for the ones who are called. നമ്മൾ വിളിക്കപ്പെട്ടവരാ, I mean, we are called. തെരഞ്ഞെടുക്കപ്പെട്ടവരാ, We are chosen. വേർതിരിക്കപ്പെട്ടവരാ. We are separated. മറ്റു ലോകക്കാരെ പോലെ ജീവിക്കാനുള്ളവരല്ല. We are not called to live like the rest of the world. ഞാൻ നിങ്ങളെ വീണ്ടും ദൈവാത്മാവിൽ വിളിക്കുന്നു. In the Holy Spirit, I unction അവിടെയും you. ഇവിടെയും പലതും നടക്കും. There will be many things happening here അവർക്ക് and പല there. കാര്യങ്ങളും ചെയ്യാനുണ്ട്. They will be doing many things. പക്ഷെ അതല്ല നിനക്കുള്ളതല്ല. But all that is not for ഒന്ന് you. ദൈവസന്നിധി മടങ്ങി വരാമെങ്കിൽ, If we can come back to ഒരു the presence of നിലവിളി ഇവിടെ God, ഉയരാമെങ്കിൽ, if we can cry out to the ഒരു Lord, കരച്ചിൽ ഇവിടെ ഉയരാമെങ്കിൽ, if we can lift up അവിടെ crying, ആടുന്നതും പാടുന്നത് പോലും നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നില്ല. I mean, you are replicating the worship of others. It is not what God expects. Come to the real one. I mean, യഥാർത്ഥമായ ആരാധനയിലേക്ക് വരിക. Church, I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. what are our doctrines? എന്താണ് നമ്മുടെ പ്രമാണങ്ങൾ? What are our doctrines? എന്താണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ? Few weeks back, I mean, അല്പാഴ്ചകൾക്ക് മുമ്പേ I was talking to someone, ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. and the person was talking about faith declaration or pramanam, the same. വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. And I said, what do you know about ours? അപ്പൊ ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? And suddenly the person said, do we really have something like that? നമുക്ക് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ? Amen. Hallelujah. Faith declaration. വിശ്വാസ പ്രമാണങ്ങളാണ്. Hello? ആമേൻ. 4 things should pass if you want to make something as your doctrine. ആമേൻ. നിങ്ങളുടെ ഒരു പ്രമാണം യഥാർത്ഥമായ പ്രമാണമാകണമെങ്കിൽ 4 കാര്യങ്ങൾ ശരിയാകണം. Any teaching should go through 4 tests to make it as a doctrine. ആമേൻ. ഏതൊരു പഠിപ്പീര്, ഏതൊരു ഉപദേശവും അതൊരു പ്രമാണമാകണമെങ്കിൽ ഈ 4 പരിശോധന ചെയ്യണം. Number 1. ഒന്നാമത്തത്, First testing. ഒന്നാമത്തത്, Did Jesus said anything about it? അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? Did he command to do that? അത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുമുണ്ടോ? Number 2. രണ്ടാമത്, It should pass that the same teaching should be taught by disciples അതേ ഉപദേശം ശിഷ്യന്മാരെ Apostles. പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, and they അപ്പോസ്തലരും പഠിപ്പിച്ചിട്ടുണ്ട്. and they should do it. അവരത് പ്രമാണിച്ചതുമായിരിക്കണം. Number 3. മൂന്നാമത്, First century church should do it and teach it. ആദ്യ നിയമസഭ അത് ചെയ്തതും അവര് ഉപദേശിച്ചതുമായിരിക്കണം. Number 4. നാലാമതായി, Over and over it is in the word. ആമേൻ, അത് വീണ്ടും വീണ്ടും വചനത്തിൽ എടുത്തു പറഞ്ഞൊരു വസ്തുതയായിരിക്കണം. Anything that you do. ആമേൻ, നിങ്ങൾ എന്ത് ചെയ്താലും, Sometimes you say, there's some questions comes in. ആമേൻ, ചിലപ്പോൾ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ വരും. Can I do this? എനിക്കിത് ചെയ്യാൻ കഴിയുമോ? Can I see this? എനിക്ക് മറ്റത് കാണാൻ കഴിയുമോ? Can I eat this? ആമേൻ, ഞാൻ ഇത് ഭക്ഷിക്കാൻ Can I പ്രശ്നമുണ്ടോ? drink this? എനിക്ക് ഇത് പാനീയം കുടിക്കാൻ പറ്റുമോ? The questions comes in, right? ഇപ്രകാരം ചോദ്യങ്ങൾ വരും. Take any question. ഏത് ചോദ്യം വേണമെങ്കിലും എടുത്തോ. Go with 4 tests. ഈ 3 പരിശോധനയിൽ കൂടി കടത്തിവിടുക. Number 1 test. ഒന്നാമത്തെ പരിശോധന, What Jesus says and teach about it. ആമേൻ, കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത്, ഉപദേശിച്ചത്. Number 2. What രണ്ടാമത്, disciples and apostles did. Taught. ശിഷ്യന്മാരും അപ്പോസ്തലരും അത് പഠിപ്പിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? Number 3. First century church have done that. മൂന്നാമത്തത്, ആദ്യമ സഭ അത് ചെയ്തിട്ടുണ്ടോ? 5th thing. അഞ്ചാമതായി, Word of God talks about it. ദൈവവചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? And any time when you feel like, I don't think it is written in there. ആമേൻ, പലപ്പോഴും ചിന്തിക്കുമോ അത് അവിടെ എഴുതിയിട്ടില്ലായിരിക്കും. I don't know. I don't think it's all the 4 doesn't say anything about it. ആമേൻ, 4 കാര്യങ്ങളും അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. If
the 4 things doesn't say about it. ഈ 4 പരീക്ഷകൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ Anytime you have a doubt, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയമുണ്ടെങ്കിൽ it is a no answer. അതിന് മറുപടി നോ ആണ്. If you have doubt, സംശയമുണ്ടെങ്കിൽ I don't know if it's right or wrong. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. Doubtful things are always wrong. ആമേൻ. സംശയമുള്ളതെല്ലാം തെറ്റാണ്. Okay, that was not my message. Come back. ആമേൻ. നമുക്ക് മടങ്ങി വരാം. Okay, so now what happened? Where were you? I got lost. Okay, the new card came in. ആമേൻ. ഇതാ പുതിയ കാളവണ്ടി വന്നു. So wrong was, for Philistines it's okay. ഫിലിസ്തീനെ കാളവണ്ടിയിൽ വെക്കുന്നത് കുഴപ്പമില്ല. It's okay for them. അത് അവർക്ക് ഓക്കെയാണ്. Because they don't have the word. അവർക്ക് ഈ എഴുതപ്പെട്ട വചനമില്ല. They don't have the priest. അവർക്ക് പുരോഹിതന്മാരില്ലല്ലോ. So they are okay with that. അവരത് ചെയ്തതിൽ പ്രശ്നമില്ല. But you have the word. പക്ഷെ നമുക്ക് ഈ പ്രമാണമുണ്ട്. You have the priest. നമുക്ക് പുരോഹിതന്മാരുണ്ട്. You have apostles. നമുക്ക് അപ്പോസ്തലരുണ്ട്. You have prophets. പ്രവാചകന്മാരുണ്ട്. You have evangelists. ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. You have pastors. പാസ്റ്റർമാരുണ്ട്. So you cannot do anything what a Philistine does. ആമേൻ. അതുകൊണ്ട് ഒരു ഫിലിസ്തീനെ ചെയ്ത രീതിയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാൻ Can I കഴിയുമോ? get a good amen? നല്ലൊരു ആമേൻ കേൾക്കാൻ കഴിയുമോ? When we start trading purity with performance. ആമേൻ. പ്രഹസനത്തിന് വേണ്ടി വിശുദ്ധിയെ നാം കച്ചവടമാക്കുമ്പോൾ. Okay, let me repeat it. വീണ്ടും ഞാൻ ഒന്ന് എടുത്തു പറയട്ടെ. When I trade purity for performance, പ്രഹസനത്തിന് വേണ്ടി വിശുദ്ധിയെ ഞാൻ കച്ചവടമാക്കുമ്പോൾ the stage will replace the altar. ആമേൻ. ഈ ഒരു സ്റ്റേജ് അത് യാഗപീഠത്തെ റീപ്ലേസ് ചെയ്യും. The screen will replace the scripture. ആമേൻ. ഈ പ്രകാരമുള്ള സ്ക്രീനുകൾ ഇത് വചനത്തിന് പകരമായി മാറും. And the crowd will replace the cloud. ആമേൻ. ജനക്കൂട്ടം അത് മേഘത്തിന് പകരമായി മാറും. I'm not saying that you cannot use electronic Bible. ആമേൻ. ഞാൻ ഇലക്ട്രോണിക് ബൈബിൾ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. But if you have a pure word of God, പക്ഷേ യഥാർത്ഥമായി നിർമ്മലമായ ദൈവവചനമുണ്ടെങ്കിൽ it will always be good. അത് വളരെ നല്ലതായിരിക്കും. Yeah, I'm not saying it's using wrong. ആമേൻ. ഡിജിറ്റൽ ബൈബിൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. So let me get back to this. ആമേൻ. ഇതിലേക്ക് ഞാൻ ഒന്ന് മടങ്ങി വരട്ടെ. Romans 12:2 says, റോമാലേഖനം 12:2 do പറയുന്നു. not conform to the pattern of this ഈ world. ലോകത്തിന് അനുരൂപമാകരുത്. 1 Corinthians 3:16 says, 1 കൊരിന്ത്യർ 3:16 you പറയുന്നു. are the temple. നിങ്ങൾ ദൈവത്തിന്റെ ആലയമത്രേ. The spirit of God dwells in ദൈവത്തിന്റെ you. ആത്മാവ് അതിൽ അധിവസിക്കുന്നു. Number 2, രണ്ടാമത്തെ the വസ്തുത. second learning. ആമേൻ. രണ്ടാമത്തെ ഇതിന്റെ ഉദ്ദേശം. Good intentions can't excuse disobedience. അനുസരണത്തിന് വേണ്ടി നാം നല്ല ചിന്തയാണെന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറയാൻ Okay, now പറ്റില്ല. listen everybody. ഒന്ന് ശ്രദ്ധിച്ചേ. Was Uzzah doing anything wrong? He was saving the ark, right? ഊസ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ? ഇത് ആ നിയമ പെട്ടകത്തെ ഒന്ന് താങ്ങി പിടിക്കുമല്ലായിരുന്നു? What's wrong? അതിലെന്താണ് തെറ്റ്? God, what's wrong? അങ്ങനെ ചെയ്യുന്നില്ല. എന്താണ് തെറ്റ്? He was saving the ark. ആമേൻ. ഇതാ നിയമപ്പെട്ടകം വീഴാതെ വേണം ഒന്ന് കാക്കുകയായിരുന്നു. And now, by now we should understand God. ആമേൻ. ഈ സമയത്ത് നാം ദൈവത്തെ മനസ്സിലാക്കണം. He don't need your help. ആമേൻ. ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. Can you just hold on to the obedience? ആമേൻ. അനുസരണത്തിലേക്ക് നമുക്കൊന്ന് മുറുകെ പിടിക്കുവാൻ കഴിയുമോ? Hold on to the obedience. ആ അനുസരണത്തിൽ നമുക്കൊന്ന് മുറുകെ പിടിക്കുവാൻ കഴിയുമോ? I was trying to save him. ആമേൻ. ഞാൻ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി I was ശ്രമിച്ചതാണ്. trying to do good. ഞാൻ നല്ലത് ചെയ്യുവാൻ വേണ്ടിയാ ചെയ്തത്. Excuse me. ഒന്ന് ശ്രദ്ധിച്ചേ. That is not an excuse to disobey God. അത് ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല. Youths, എല്ലാ യൗവനക്കാരും I was just trying to be there helping my friend. ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവിടെ No, പോയത്. I didn't mean to do anything. ഞാൻ ഒന്നും ചെയ്യുവാൻ I was ആഗ്രഹിച്ചില്ല. just there to help my friend. അവൻ എൻ്റെ സുഹൃത്തിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് I ഞാൻ was പോയത്. just there to just be with them. അവൻ ആ വ്യക്തിയോടൊപ്പം In the hell. അവൻ സഹായത്തിനു വേണ്ടി ആ ഒരു നിമിഷത്തിൽ ഞാൻ അവിടെ പോയെന്നേ ഉള്ളൂ. Your excuse is not going to fill in where the obedience of God is needed. അവൻ എവിടാണോ ദൈവത്തിന്റെ അനുസരണം ആവശ്യമുള്ളത് അവിടെ നമ്മുടെ അനുസരണക്കേടിന്റെ ഒരു ഉപാധിയും പ്രവർത്തിക്കും. Good intentions don't cancel out disobedience. അവൻ നല്ല ഇച്ഛകൾ അത് ഒരിക്കലും അനുസരണക്കേടിനെ പകരമാകില്ല. Luke 6:46 says. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 6:46 പറയുന്നു. Come on, let's read together. ചേർന്ന് വായിക്കാം. Why do you call me Lord and not do what I say? What is that in Malayalam?
കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? Simple. This is what in New Testament Lord is asking. ആമേൻ. ഇതാണ് പുതിയ നിയമത്തിൽ ദൈവം You ആഗ്രഹിക്കുന്നത്. call me Lord, Lord, എന്നെ പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നു. and don't do what I say, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ but you ചെയ്യുന്നില്ല. have a valid excuse. ആമേൻ. നിങ്ങൾക്ക് നല്ലൊരു ഉപാധിയുണ്ട്. I'm there just to help. ഞാൻ അവിടെ സഹായിക്കാൻ വേണ്ടി My മാത്രമാണ്. intention, God, you know my heart. എന്റെ ഹൃദയം അങ്ങ് അറിയുന്നുണ്ടല്ലോ. God, you know my intention. എന്റെ ഇന്റൻഷനും അങ്ങ് അറിയുന്നുണ്ടല്ലോ. God will tell you, yes, I know your intention. ദൈവം യഥാർത്ഥത്തിൽ പറയും, ശരി ഞാൻ അറിയുന്നു. I know what is in your heart. നിന്റെ ഹൃദയവും ഞാൻ അറിയുന്നു. But I want you to know what my word പക്ഷേ says. ദൈവ വചനം എന്താണോ Can പറയുന്നത് I get some good amen in this എത്ര place? പേർക്ക് നല്ലൊരു ആമേൻ Church, പറയാം? can I call you back? ആമേൻ. ഒന്ന് മടങ്ങി വരുവാനായി ഞാൻ Can വിളിച്ചോട്ടെ? I call you back? സഭയെ ഒന്ന് മടങ്ങി വരുവാൻ വേണ്ടി If you വിളിച്ചോട്ടെ? say, I love you, Lord, നിങ്ങൾ പറയുക ഞാൻ ദൈവത്തെ we sing സ്നേഹിക്കുന്നു, for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി പാട്ട് But His പാടുന്നു. presence is more important. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് His ഏറ്റവും presence പ്രാധാന്യം. doesn't come with your good intention. ആമേൻ. നമ്മുടെ നല്ല ചിന്താഗതിയിൽ ദൈവത്തിന്റെ His സാന്നിധ്യം presence വരില്ല. doesn't come because of excuse. ആമേൻ. ഉപാധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം His വരില്ല. presence comes with obedience. നമ്മുടെ അനുസരണത്തിലാണ് Can ദൈവത്തിന്റെ I call this സാന്നിധ്യം church for the obedience to the word of God? ദൈവവചനത്തോടുള്ള അനുസരണത്തിലേക്ക് Can I ഈ call സഭയെ this church for the ആഹ്വാനിക്കട്ടെ? obedience of word of God? ഈ ദൈവവചനത്തോടുള്ള അനുസരണത്തിന് വേണ്ടി ഈ Hallelujah. സഭയെ ആഹ്വാനം ചെയ്തോട്ടെ. Amen. ആമേൻ. We want fire of revival, ആമേൻ. നമുക്ക് റിവൈവലിന്റെ അഗ്നി ആവശ്യമാണ്. but without the fear of the Lord. പക്ഷെ ദൈവ ഭയമില്ലാതെ വേണം അത് ആവശ്യം. We want to carry the ark, ആമേൻ. ഈ പെട്ടകം ചുമക്കുവാൻ നമുക്ക് but ആഗ്രഹമാണ്. we don't want to carry the way it was told us. ആമേൻ. പക്ഷേ അത് എപ്രകാരം ചുമക്കണം ആ രീതി നമുക്ക് ആവശ്യം. We want to touch the holy things ആമേൻ. വിശുദ്ധമായതെല്ലാം നമുക്ക് സ്പർശിക്കാൻ ആഗ്രഹമുണ്ട്. with an unholy hands. പക്ഷേ അശുദ്ധമായ കരങ്ങൾ കൊണ്ടാണ്. Church, ആമേൻ. Church. പ്രിയ ദൈവമക്കളെ, can we get back to the Lord? നമുക്ക് ഒന്ന് മടങ്ങി കർത്താവിലേക്ക് Can we get back to the Lord? മടങ്ങി As a കർത്താവിലേക്ക്. pastor, I just want to call you. ഒരു ദൈവദാസനെ നിങ്ങളോട് My heart is pounding for this. ആമേൻ. ഇതിനു വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു. When I say, I'm not saying I'm perfect here. ആമേൻ. ഇത് പറയുമ്പോൾ ഞാൻ പൂർണ്ണനായിട്ടല്ല ഞാൻ I am പറയുന്നത്. also equally guilty just like you. ആമേൻ. നിങ്ങളെ പോലെ തന്നെ ഒരു സമസ്വഭാവമുള്ള വ്യക്തിയാണ്. But can I bring this word? പക്ഷേ ഈ വചനം ഞാൻ നിങ്ങളോട് ഒന്ന് വ്യക്തമായി Say, പറഞ്ഞു. Lord, I need the fire of revival. ദൈവമേ, ഈ ഒരു റിവൈവലിന്റെ അഗ്നി എനിക്ക് Give ആവശ്യമാണ്. me the fear of the Lord. ദൈവത്തിന്റെ ഭയം എനിക്ക് Come on, church, ആവശ്യമാണ്. give me the fear of the ദൈവ Lord. ഭയം എനിക്ക് ആവശ്യമാണ്. Lord, I want to carry the ark, എനിക്ക് ഈ പെട്ടകം ചുമക്കുവാൻ but help me ആഗ്രഹമുണ്ട്. to carry as the word of God അത് says. ദൈവവചനം പറയുന്ന പ്രകാരം I want to touch the holy things, എനിക്ക് വിശുദ്ധമായതിനെ സ്പർശിക്കണം. but I don't want to touch with an unholy hand. പക്ഷേ അശുദ്ധമായ കരം കൊണ്ട് സ്പർശിക്കാൻ എനിക്ക് We do ആഗ്രഹമില്ല. Lord's table every day. നാം എല്ലായ്പ്പോഴും ദൈവ തിരുമേശ നാം ആചരിക്കാറുണ്ട്. I want to call you. അവൻ നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ. Please don't be so familiar with these things. അവൻ ഇതിനോട് വലിയ പരിചയമാകരുത്. You are handling God's thing. നിങ്ങൾ ദൈവിക വസ്തുതയാണ് I want to tell സ്പർശിക്കുന്നത്. each and everybody, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും do ഞാൻ not പറയട്ടെ. handle the ministry in such an easy way. അവൻ വളരെ ലഘുവായിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യരുത്. Oh, this is called one. അവൻ ഇത് വളരെ ശുശ്രൂഷ കളിയല്ല. അവൻ മിനിസ്ട്രി is not a game. ശുശ്രൂഷ പ്രഹസനവുമല്ല. അവൻ മിനിസ്ട്രി is not a ശുശ്രൂഷ performance. മൈക്ക് കളിയല്ല. Ministry is not fighting for a mic. ശുശ്രൂഷ പുൾപിറ്റ് കളിയല്ല. Ministry is not fighting for pulpit. ശുശ്രൂഷ വെള്ള വസ്ത്രധാരിയായി നിൽക്കുന്നതുമല്ല. Ministry is not wearing white shirt. ഭയത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാ. It's something that you have to do with reverence. ഭയത്തോട് ചെയ്യേണ്ട It's കാര്യങ്ങളാ. something that you have to do with ഇന്ന് fear. പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. In the spirit, let me declare this പാട്ട് morning പാടുന്ന കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. to the youths that are singing songs over ഇവിടെ here. ഇവിടെ ദൈവവചനം വായിക്കുന്ന ദൈവദാസന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. To the ministers who are reading the word of God. സൺഡേ സ്കൂൾ യൂത്ത് മിനിസ്ട്രിയിലുള്ള എല്ലാവരോടും To the ദൈവാത്മാവിൽ youth പറയട്ടെ. ministry and Sunday school, let me say this. എല്ലാ 32 ഡിപ്പാർട്ട്മെന്റ്സോട് എനിക്കൊരു കാര്യം All പറയാനുണ്ട്. the 32 departments, let me say this. ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാ നിങ്ങൾ. We all are the stewards in the household of God. ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാ. We all are called as stewards in the house of God. ഭയത്തോട് വേണം ഓരോ കാര്യങ്ങൾ And when ചെയ്യാൻ. we do it, we should do it with fear and ഇവിടെ reverence. മത്സരമില്ല. Here there is no competition. ഇവിടെ മത്സരമില്ല. There is no competition. ഇവിടെ കയ്പിന് ഒരു പ്ലേസുമില്ല. There is no place for any bitterness. ഇവിടെ ഒരു ജലസിക്കും പ്ലേസ് ഇല്ല. There is no place for any jealousy. പെർഫോമൻസിന് പ്ലേസ് ഇല്ല. There is no place for performance. ഇത് ദൈവസഭയത്രേ. This is the church of God. ദൈവദാസന്മാരെ, And dear ministers, ദൈവ മക്കളോട് dear to the children, ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. let me say it in the spirit. ഭയത്തോടും വിറയോടും വേണം ഈ സ്ഥാനത്ത് നിന്ന് ഒരു കാര്യം കൈകാര്യം You ചെയ്യാൻ. need to do your ministry with fear and trembling in the presence of God. Hallelujah. Hallelujah. പണം വരും പണം പോകും. You come for singing and you go after singing. പൊസിഷൻ വരും പൊസിഷൻ You പോകും. will receive a position and പക്ഷേ position ഇത് will leave. കളിയല്ല. But this is not a game. കളിക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയോട്. Know that you're playing before a consuming fire. Hallelujah. God's presence is consuming fire. ദൈവത്തിന്റെ സാന്നിധ്യം അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Thank you, Lord. Uzzah was
among us. ഊസ നമ്മുടെ ഇടയിലുണ്ട്. His dad was a pastor. ആമേൻ. തന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. Oh, forefather was a pastor. വല്യപ്പച്ചനും ഒരു They പാസ്റ്ററായിരുന്നു. all were priests. അവരെല്ലാം പുരോഹിത Oh, they വർഗത്തിലുള്ള. were good. അവർ വളരെ നല്ല ആൾക്കാരായിരുന്നു. They kept the ark and they know how to deal it. അവൻ അവര് ഈ നിയമപ്പെട്ടകം എപ്രകാരം അതിനെ സൂക്ഷിക്കണം അറിയാം. അതിപരിചയം അപകടമത്രേ. Familiarity will lead to danger. ഏത് കാര്യത്തിനും അതിപരിചയം അപകടമാണ്. Familiarity in anything will lead you to danger. ഇതിനി സുഹൃത്ത് ബന്ധവുമായിക്കോട്ടെ. Whether it may be a friendship. Amen. അതിപരിചയം അപകടമാണ്. Amen. Your familiarity in anything will lead you to danger. ഈ ഫാമിലി ഫ്രണ്ട്സും കൂട്ടും ഓട്ടും നടപ്പൊക്കെ ഉണ്ടല്ലോ. Amen. The family, friends, and the things that കൂടെ activities that you do. കൂടെ നമ്മൾ അങ്ങ് ഭയങ്കര അങ്ങ് ജിഗ്രി ദോസ്താ. Amen. That between we become so close friends. അങ്ങനെ മുട്ടി ചേർന്ന നടക്കുന്നത്. We rub shoulders together and do things. അധികം പരിചയം എഴുതി വെച്ചോ. Amen. Write it down. അധികം പരിചയം Familiarity in anything. അപകടം. It will lead to danger. നിർത്തേണ്ടിയടുത്ത കാര്യങ്ങൾ നിർത്തണം. I mean, the things that you had to put a stop to, പിടിക്കേണ്ടിയടുത്ത കാര്യങ്ങൾ പിടിക്കണം. where you need to hold on, you need to hold it. അപകടം. Otherwise, it's dangerous. ഇവിടെ ദൈവസഭയിലും അത് തന്നെ. I mean, even in the church, it is the same. ഒരു 2 മിനിറ്റ് മുമ്പേ കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ഇത്ര നാളത്തെ പരിചയമില്ല. I mean, we are experienced folks. Never touch the holy things. Amen. With an വിശുദ്ധമായ unholy hand. അശുദ്ധമായ കരങ്ങൾ കൊണ്ട് സ്പർശിക്കരുത്. Hallelujah. Hallelujah. Amen. The third thing. മൂന്നാമത്തെ I വസ്തുത. know my time is going on. എൻ്റെ സമയം വേഗത്തിൽ പോകുന്നു The എനിക്കറിയാം. fear of the Lord is healthy and necessary. Amen. Is a necessary element. Amen. ദൈവഭയം അത് വളരെ പ്രാധാന്യമുള്ള വസ്തുതയാണ്. Uzzah touched, ഊസായി വന്ന് ഇതിനെ സ്പർശിച്ചു, fell down. ഇതാ വീണു. David and the whole army were shocked. ഇത് കണ്ടപ്പോൾ ദാവീദും സൈന്യവും അത് ഷോക്കായി പോകാനിടയായി. At first David was angry. ആദ്യം ദാവീദിന് ദേഷ്യം വന്നു. The next verse says he was full of fear. ആമേൻ. അടുത്ത പദം പറയുന്നത് ഇതാ ദാവീദ് He said, ഭയപ്പെടുവാനിടയായി. how can I take this ark? ആമേൻ. ഇനി ഞാൻ എങ്ങനെ ഇത് എടുക്കുവാനിടയാകും? Oh, our own man നമ്മുടെ തന്നെ ഒരു died. ഇതാ വീണു. How can I take? ഇനി ഞാൻ എങ്ങനെ ഇത് എടുക്കും? And David was angry because the Lord's anger has burst out. ആമേൻ. ദൈവത്തിന്റെ കോപം ജ്വലിച്ചതുകൊണ്ട് ദാവീദ് ദേഷ്യപ്പെടുവാനിടയായി. And the next verse. അടുത്ത വാക്യത്തിൽ പറയുന്നു. Next verse. അടുത്ത വാക്യത്തിൽ Great. Oh, I missed that one in the screen. And the next verse in the same Bible, 2 Samuel chapter 6 and verse 9 is, great fear came upon David and his people. ആമേൻ. അടുത്ത വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത് ദാവീദിനും ഇസ്രായേൽ ജനത്തിനും വലിയ ഭീതി ഉണ്ടാകുവാനിടയായി. ദൈവത്തിന്റെ കരം വരുമ്പോൾ, When the hand of the Lord is revealed, ചിലയിടത്തൊക്കെ കാണുമ്പോൾ when you see certain things, ഭയം ഇറങ്ങി വരണം. I mean, you should surely have that fear towards the Lord. ഇത് അബീനാദാബിന്റെ വീട്ടിൽ മാത്രം നിൽക്കത്തില്ല. I mean, this will not just stop in the house of Abinadab. നിന്റെ വീട്ടിൽ കയറി വരുന്ന മുമ്പേ I mean, before it enters into your house, നിലവിളിക്കാൻ തുടങ്ങിക്കണം. you need to start crying out. ഇത് Hallelujah. ഒരു ഉസ്സായും കൊണ്ട് നിൽക്കുന്ന സാധനമല്ല. It would not stop with one Uzzah. ഇത് കണ്ടേജിയസ് ആ. I mean, this is a contagious. ഉസ്സായിക്ക് സംഭവിച്ചാൽ എനിക്കും If സംഭവിക്കാം. it happened to Uzzah, it can happen to each one of us. One time Billy Graham was asked, his contemporary, there was a great preacher. I mean, ബില്ലി ഗ്രാമിന്റെ സമകാലികയിലുള്ള മറ്റൊരു വ്യക്തി വലിയ ശുശ്രൂഷകനായിരുന്നു. എല്ലാം ശ്രദ്ധിക്കണം. ഇനി വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല, ഈ കഥ ശ്രദ്ധിക്കണം. I mean, you need to listen to the story very well. ജിമ്മി സ്വാട്ട്. I mean, Jimmy Swart. ജിമ്മി സ്വാഗത്തിനെ കുറിച്ച് അറിയാമല്ലോ. We all know about He Jimmy had a Swaggart. controversy. I mean, ഇതാ ഒരു വിപരീതമായ ഒരു ചിന്തയുണ്ടായിരുന്നു. All the TV programs were cancelled. I mean, എല്ലാ ടി.വി. പ്രോഗ്രാമും ക്യാൻസൽ ആയിപ്പെടും. He had some issues. ചില വിഷയങ്ങളുണ്ടായി. And that time Billy Graham and Jimmy Swaggart, they both were contemporary great preachers. ആ സമയത്ത് ബില്ലി ഗ്രഹാമും ജിമ്മി സ്വാഗാർട്ടും സമകാലീനായ വലിയ ശുശ്രൂഷകരായിരുന്നു. One of the news reporter came to Billy Graham. I mean, ഒരു ന്യൂസ് റിപ്പോർട്ടർ ബില്ലി ഗ്രാമിനോട് വന്ന് ചോദിച്ചു, Sir, how do you feel? I mean, ഇത് എപ്രകാരം തോന്നുന്നു? Now the conventions are open only for you. ഇനിയും കൺവെൻഷൻ വേദികളെല്ലാം ബില്ലി ഗ്രാമിന് മാത്രമല്ലയോ? All the crusades for you. എല്ലാ ക്രൂസൈഡും ബില്ലി ഗ്രാമിന് ലഭിക്കുമല്ലോ. Because the other guy, he got cancer. കാരണം മറ്റേ വ്യക്തി വീണുപോയി. How it feels? എങ്ങനെ തോന്നുന്നു? And Billy Graham responded. I mean, ബില്ലി ഗ്രാം ഇപ്രകാരം മറുപടി പറഞ്ഞു. His tears rolled out. I mean, കണ്ണിൽ നിന്ന് കണ്ണുനീരോടെ. If that can happen to Jimmy, Pastor Jimmy, I mean, അത് ജിമ്മി പാസ്റ്റർക്ക് ഉണ്ടാകാമെങ്കിൽ it can happen to me. അത് എനിക്കും സംഭവിക്കാം. The worst thing, it should happen to no one. I mean, ഏറ്റവും ഭയാനകമായത് അത് മറ്റാർക്കും സംഭവിക്കാൻ. ഒരാളുടെ വീഴ്ച കണ്ട് അട്ടഹസിക്കുന്നവരല്ല ദൈവസഭ. I mean, the church doesn't applaud against someone who falls.
ഇവിടെ നമുക്കൊരു വലിയ ആവേശമുണ്ടല്ലോ. I mean, we have so much zeal. ഒരാൾ അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ നമുക്കൊരു 10 പേരെ വാട്സാപ്പിൽ അത് അറിയിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. When someone falls, we let another ഈ people know. വീഴ്ചയുടെ വീഡിയോ അയക്കുന്ന നിങ്ങളെ വേണം പറയാൻ. I mean, you should speak against people who are sending the videos of those who have fallen. എന്തിനാ ഇത് ലോകത്തെ മൊത്തം അറിയിക്കുന്നത്? Why you are sharing it with the entire world? ഇത് അവന് സംഭവിച്ചാൽ എനിക്ക് If സംഭവിക്കാം. it has happened to him, it can happen to me as well. ഷിബു തോമസ് സംഭവിക്കാം. It can happen to Pastor Shibu Thomas ഇന്ന് as well. നമ്മൾ അട്ടഹസിക്കുന്ന കൈകൊട്ടുന്ന ചിലപ്പോൾ നാളെ ആൾക്കാർ നമ്മളെ ആയിരിക്കും ചെന്ന്. I mean, the things that we mock and we deal with, it can happen to ഉസാനെ us. സംഭവിച്ചാൽ എനിക്ക് I സംഭവിക്കാം. mean, if it happens to Uzzah, it can happen to us. ഡാനിയേൽ ഡേവിഡ് മുട്ടുമടക്കി അവിടെ. David bent his knees. കർത്താവേ, I cannot do this now. I mean, ദൈവമേ, എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ആരെ വേണമെങ്കിലും കൊണ്ടുപോക്കോ. Bring anyone. That was the fear of God came to David. I mean, ദാവീദിന് ദൈവ ഭയം വരുവാനിടയായി. Do you feel that fear now when I am sharing the I mean, word? ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു ദൈവഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ? Is it coming? I mean, ദൈവഭയം Hello, ഉണ്ടാകുന്നുണ്ടോ? is it coming? ദൈവഭയം ഉണ്ടാകുന്നുണ്ടോ? Hallelujah. യവനക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. All the youths, To the youths, let me tell this. when you come and read Psalms here, I mean, ഇവിടെ വന്ന് സങ്കീർത്തനം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, when you are handed certain things, never do that to do it or as a performance. Rather do it with reverence and fear I mean, അതൊരു that you are പ്രഹസനത്തിന് doing for God. ഒരു പ്രഹസനത്തിന് വേണ്ടി ഇവിടെ വന്ന് ഒന്നും ചെയ്യരുത്. ദൈവത്തിനെന്ന് വേണം ഭയഭക്തിയോട് ചെയ്യുക. Oh, you say, no, Pastor, that was Old Testament thing, Uzzah died. I mean, പഴയ നിയമത്തിലെ വസ്തുതയല്ലേ ഊസ മരിച്ചത്? How many of you know Ananias and Sapphira? പുതിയ നിയമത്തിലെ അനന്യാസും സഫീറയെ കുറിച്ച് എത്ര പേർക്കറിയാം? ആമേൻ. Ananias and Sapphira, you know that, right? ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അനന്യാസും സഫീറ. What happened? എന്താണ് സംഭവിച്ചത്? They sold their possession, they kept something for themselves, and they came to the presence of the Lord, and both husband and wife died right there. അവർക്കുള്ളതെല്ലാം വിറ്റ് ചിലത് അവർക്ക് വേണ്ടി സ്വരൂപിച്ചിട്ട് ബാക്കി ദൈവാലയത്തിൽ കൊടുത്തു. അവർ ദൈവസന്നിധിയിൽ വന്നപ്പോൾ വീണ്ടും മരിക്കുവാനിടയായി. Wrong is wrong in Old Testament, wrong is wrong in New Testament. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ തെറ്റ് തന്നെയാണ്. ആമേൻ. Hello, can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാൻ കഴിയുമോ? Fourth point, നാലാമത്തെ the last one, അവസാനമായ വസ്തുത. and that is chapter 6 verse 10 and 11. ആമേൻ. അത് 6-ാം അധ്യായം 10-11 വാക്യമാണ്. And what is that? Come on, let's read എന്താണ് അത്? together quick. So David decided not to move the ark of the Lord into the city of David. Instead, he took it to the house of Obed-Edom of Gath. The ark of the Lord remained there in Obed-Edom's house for how many months? 3 months. And the Lord ആമേൻ. ark brought plague, death in Philistines' house. ആമേൻ. ഫിലിസ്ത്യരുടെ പാളയത്തിൽ ഇതേ നിയമപ്പെട്ടകം മരണവും പകർച്ചവ്യാധിയും കൊണ്ടുവന്നു. Ark brought death in Israel through Uzzah. ഊസയിൽ കൂടി ഇസ്രായേലിലും മരണം ഇത് കൊണ്ടുവരാനിടയായി. Now this ark is going to one of the poor guy. ആമേൻ. ഇതാ ഒരു പാവപ്പെട്ടവന്റെ ഭവനത്തിലേക്കാണ് ഇപ്പോൾ ഈ Obed-Edom. ഓബേദെദോമിന്റെ Only ഭവനത്തിലേക്ക്. 3 months. ആമേൻ. 3 മാസം മാത്രമേ അവിടെ ഇരുന്നുള്ളൂ. God blessed him. ദൈവം ഓബേദെദോമിനെ അനുഗ്രഹിക്കുവാനിടയായി. ദൈവത്തിന് അനുഗ്രഹിക്കാൻ അങ്ങനെ വർഷങ്ങളൊന്നും വേണമെന്നില്ല I mean, കേട്ടോ. for God to bless you, He doesn't require years. ഓ, നിന്നെ സൗഖ്യമാക്കാൻ ഒത്തിരി നാളൊന്നും വേണ്ട If കേട്ടോ. God wants to heal you, it doesn't take years. ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഹാൻഡിൽ ചെയ്താൽ If you handle the presence as it needs to be handled, ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ ക്യാരി ചെയ്യുന്ന പോലെ ക്യാരി ചെയ്താൽ if you are carrying the presence of God in the way it needs to be carried, വർഷങ്ങളൊന്നും വേണമെന്നില്ല. it doesn't require years. 3 മാസം മതിയായിരുന്നു ഓബേദെദോമിന്റെ സ്ഥിതികളെ മാറ്റുവാൻ. Only 3 months was enough to change ഇന്ന് the situation ദൈവാത്മാവിൽ ഞാൻ of വിളിച്ചു പറയട്ടെ. Obed-Edom. In the spirit, let me tell ചിലരെ you, സ്ഥിതികളെ മാറ്റുവാൻ, I mean, to change certain അത്ഭുതങ്ങൾ people's നടക്കുവാൻ, situation, for miracles to happen, അതിശയങ്ങൾ നടക്കുവാൻ to see wonders. അധികം നാളുകളൊന്നും വേണ്ട. It doesn't take years. നിന്റെ ഭവനത്തിലുള്ള അറകളിൽ I mean, in your house, ദൈവത്തിന്റെ പ്രസൻസ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? just invite the presence of God. It's not about the ark. I mean, ഇത് നിയമപ്പെട്ടകം It's മാത്രമല്ല. not about the setting. I mean, ഇതിന്റെ സെറ്റിംഗുമല്ല. It's not about where you have kept. I mean, എവിടെ വെച്ചതുമല്ല. It's about how you host the presence of God. എപ്രകാരമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം ഹോസ്റ്റ് ചെയ്യുന്നത് അതിലാണ്. Every believers. എല്ലാ വിശ്വാസികളും How are you hosting the presence of ദൈവ God? സാന്നിധ്യത്തിനെ How എപ്രകാരമാണ് is the കൈകാര്യം presence of ചെയ്യുന്നത്? God being hosted in your house? നിങ്ങളുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം കൈകാര്യം How the ചെയ്യുന്നത് presence of God is hosted in your personal life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം How the കൈകാര്യം presence of ചെയ്യുന്നത് God is hosted in your worship. നിങ്ങളുടെ ആരാധനയിൽ ദൈവ സാന്നിധ്യം How എപ്രകാരമാണ് the കൈകാര്യം presence of ചെയ്യുന്നത്? God is hosted in your ministry. നിങ്ങളുടെ ശുശ്രൂഷയിൽ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്? God is calling us.
ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. God is calling us. ദൈവം നമ്മളെ He ക്ഷണിക്കുകയാണ്. still loves us. നമ്മളെ ഇന്നും John സ്നേഹിക്കുന്നു. 14:23 says, യോഹന്നാന്റെ സുവിശേഷം 14:23 if പറയുന്നു, anyone loves me, come on, let's read. If anyone loves me, he will keep my word, and my Father will love him, and we will come to him and make our home with him. What is in Malayalam? യേശു അവനോട്, Ah, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനത്തെ പ്രമാണിക്കും. പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ആരാ? ഞങ്ങൾ പിതാവും പുത്രൻ പുത്രനും പരിശുദ്ധ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അവനോട് കൂടെ വാസം ചെയ്യും. That is what God want to do today. അവൻ ഇതാകുന്നു ഇന്ന് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. If anyone loves me, ഇവിടെ ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ he will keep my word. അവൻ എന്റെ വചനത്തെ പ്രമാണിക്കുക. How many of you would say? എത്ര പേർക്ക് പറയുവാൻ Can you കഴിയും? lift this word? അവൻ നമ്മുടെ കരങ്ങളിലുള്ള വചനം ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമോ? ധൈര്യമായിട്ടൊന്ന്. അവൻ with boldness. കാൽവറിയിൽ ഞാൻ ചിലപ്പോൾ ഈ ബൈബിളൊക്കെ ഉരുപ്പിടിക്കാൻ പറയും. അതുകൊണ്ട് ഒരു പുസ്തകം കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. In Calvary we often ask you to lift your word of God, so it's good to bring the word of God. It's okay to bring the word of God. അവൻ And ദൈവവചനം if you don't have, that's fine. Put your electronic Bible on with a Bible app and lift that up. അവൻ ഏത് മീഡിയത്തിലുള്ളതാണെങ്കിലും അതൊന്ന് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമോ? Hallelujah. How many of you can say, I love you, Lord? എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു? I will keep your word. അവൻ ഈ വചനം ഞാൻ പ്രമാണിക്കുമെന്ന് എത്ര And പേർക്ക് if you പറയാം? say that, നിങ്ങൾക്ക് അത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ would you take this Bible അവൻ ഈ വചനം ഒന്ന് കരങ്ങളിലേക്ക് and എടുത്ത് rise up where you are? അവൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് Keep നിൽക്കാം. your word in your hand. ഈ വചനം നമ്മുടെ കരങ്ങളിൽ തന്നെ മുറുകെ പിടിക്കാം. Lift it as high as ഇത് you ഉയരത്തിലേക്ക് എത്ര ഉയർത്താമോ അത് ഉയർത്തുക. ധൈര്യമായിട്ട് ഉപയോഗിക്കുക. With boldness can you just lift it up? ഇതിനകത്ത് എനിക്ക് ഒരു മടിയില്ല. Amen. I am not reluctant at all to lift this Who up. we are and where we are is because of this. നാം ആരും എവിടെ ആയിരിക്കുന്നു അത് ഈ വചനം കാരണമാണ്. Our parents carried this. നമ്മുടെ മാതാപിതാക്കൾ ഇത് ഉയർത്തിപ്പിടിച്ചു. Our family carried നമ്മുടെ this. കുടുംബങ്ങൾ ഇത് And ഉയർത്തിപ്പിടിച്ചു. we are blessed. ആമേൻ. അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടു. So lift up this and say, അതുകൊണ്ട് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, I love you, Lord. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു I ദൈവമേ. will keep this word. ഈ വചനം ഞാൻ പ്രമാണിക്കും. Now, Father, പിതാവ്, Son, പുത്രൻ, and Holy Spirit, പരിശുദ്ധാത്മാവ് come to me. എന്റെ ഉള്ളിലേക്ക് വരിക. Dwell in this house. ഇതിലേക്ക് അധിവസിക്കുക. Dwell in this house. ഈ ഭവനത്തിൽ അധിവസിക്കുക. And your presence will become heaven to me. ആമേൻ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് സ്വർഗ്ഗീയമായ Your അനുഭൂതിയാണ്. presence is heaven to me. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് സ്വർഗ്ഗീയമാണ്. Come on, let's worship the name of the ദൈവത്തെ Lord. ആരാധിക്കാം.